നമ്മൾ മാത്രമല്ല പെരുന്നാൾ എങ്ങനെയാണ് പെരുന്നാൾ തലേന്ന് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോണേ. കറി ഉണ്ടാക്കുവാൻ പോവുകയാണ് നമ്മൾ. ഇത് ഇത് ഇവിടെ തന്നെ ഉസ്മാനിക്കിന്റെ പേര് എഴുതി കൊടുത്ത വയസ്സ് കുറെ കാലം അറബിയൊക്കെ എഴുതിയിട്ട് മുംതാസ് ഇവിടെ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ നാളെ പെരുന്നാളാണ് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും ഉസ്മാനും ഇന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഉസ്മാൻ എവിടെ? ഉസ്മാനി അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെരുന്നാൾ തലേന്നുള്ള ഒരു വ്ളോഗ് എടുക്കാന്ന്. അല്ലേ ഉസ്മാനെ? അപ്പൊ നമ്മളെ പെരുന്നാൾ തലേന്നുള്ള വ്ളോഗാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോണത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവൂല, എന്നാലും ഫോൺ അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവൂല. പെരുന്നാൾ തലേന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക പണികളും കാര്യങ്ങളും, പിന്നെ മൈലാഞ്ചി ഇടുന്നു ഗൈസ്. ഓൾറെഡി ഞാൻ എന്താ പറയുക ശർക്കര മൈലാഞ്ചി ഇട്ടു കേട്ടോ, കൈക്കും കാലിലൊക്കെ 3 ദിവസമായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശർക്കര മൈലാഞ്ചി. ഇപ്പോഴാണ് കുറച്ച് ചോന്നത്. ഇനി ഇന്നും കൂടി ഇടണം, എന്നിട്ട് നാളത്തേക്ക് നല്ല ചോദിക്കണം. ശർക്കര മൈലാഞ്ചി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ എപ്പോഴും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല, എന്നാലും എടുക്കുക ഓരോ മൂടാണ് ഗീസ്. അപ്പോൾ ഞാൻ എടുത്തിടും. അപ്പോൾ ഈ പെരുന്നാളിന് ശർക്കര മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ ശർക്കര മൈലാഞ്ചി ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെന്താ കുറച്ച് മൈലാഞ്ചി കയ്യിലേക്ക് ഉള്ളിലും പുറത്തൊക്കെ ഇടണം. പിന്നെ എന്താ പറയുക രാവിലത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ഇപ്പം ചെയ്ത് വെക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഇപ്പം ഞാനും ഉസ്മാനും ഉപ്പയാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ പെരുന്നാളിൽ ഇത്താത്തയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾ ഒരാരും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല പെരുന്നാൾ എങ്ങനെയാണ് പെരുന്നാൾ തലേന്ന് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോണേ. പെരുന്നാൾ എങ്ങനെയാണെന്നുള്ളത് നാളെ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തെക്കുബീറൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ തെക്കുബീർ ചെല്ലൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക വെച്ചാൽ വേണ്ടിയ സാധനമൊക്കെ ഞാൻ ഓൾറെഡി ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഉപ്പ പോയിട്ട് വാങ്ങിയിട്ട് വരണം. ഉപ്പ ബീഫ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് നാളെ ബീഫ് ബിരിയാണി ഓക്കെ. അപ്പോൾ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കറി ആക്കണം. നാളെ രാവിലത്തേക്കുള്ളതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ആക്കി വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തേക്കും എടുക്കാം, നാളെ രാവിലത്തേക്കും എടുക്കാം. പിന്നെ ഉച്ചക്കത്തെ പരിപാടി നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഞാൻ ഓൾറെഡി സാധനമൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ വന്നാൽ ആ സാധനം കൂടിയൊക്കെ വാങ്ങാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാരക്, ഈദ് അല്ലാത്ത മുബാരക്. അപ്പോൾ ശരിക്കുള്ള ഈദ് മുബാരക് നാളത്തെ വീഡിയോയിൽ പറയാ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇത് വെളുത്തിട്ട് പാറ്റി കിടക്കട്ടെ. ഇപ്പോഴാ ക്ലിയർ ആയത്. സാരല്ല പോട്ടെ. ടാറ്റാ. ഇന്ന് ഞാനും ഉസ്മാനാണ് ഫുൾ പണി. അതെ, ഞാനിവിടെ മുടിയൊക്കെ വെട്ടുണ്ട് ഗൈസ്. മുടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ നമുക്ക് അടുക്കളയിലേക്ക് ഇറങ്ങല്ലേ? അടുക്കളയിലേക്ക് നീ പോവും, ഞാൻ കണ്ടോ? സ്നേഹമില്ലാത്ത ഭർത്താവാണ് ഗൈസ്, സ്നേഹമില്ലാത്ത ഭർത്താവാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടി നാളത്തേക്ക് ചായക്ക്? ആ കട്ടന് മുട്ട മറിക്കണോ അതോ പഴം നിറക്കണോ? അറിയാം, സ്വാഭാവികമായിട്ട് പഴം നിറക്കാനേ പറയുള്ളൂ. പിന്നെ ഞാൻ വെറുതെ ഒരു രസമായിട്ട് ചോദിച്ചതാ കേട്ടോ. ഉസ്മാൻ പഴം നിറക്കാൻ തന്നെ പറയുള്ളൂ. ഉസ്മാനിക്ക് പഴം നിറച്ച ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മുട്ട നിറച്ചത് അത്ര ഇഷ്ടമല്ല. അപ്പൊ നമ്മള് പഴം നിറക്കാൻ പോവാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതങ്ങനെ തന്നെ ഉണ്ടോ. അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് വേണ്ടി മറക്കണ്ട കേട്ടോ. പിന്നെ എന്റെ ലോങ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടോ എന്ന് പറയാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം, ഇല്ലാന്നാണെങ്കിൽ നിർത്താലോ ലോങ് വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ് ഞാൻ കുറെ നേരം ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അടുക്കളയിൽ പോയോക്കട്ടെ. ബീഫ് വരട്ടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയണേ. ഞാൻ പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് അടുക്കളയിൽ പോയി നോക്കാം. മോളെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഹെവി ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്തോ ബീഫും പൊട്ടും. അപ്പോൾ പോയി നോക്കാം. എന്തോ പരിപാടിയിലാണെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ. സമയം 8:30. ഹലോ മാഡം, എന്താ പണി? കാണുന്നുണ്ട്. ഫ്ലാഷ് വേണ്ടല്ലോ.
ചേച്ചി നീണ്ട എന്താ പരിപാടി? അടുപ്പൊന്നും കത്തിച്ചില്ലല്ലോ. പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകണം. നമുക്ക് രാത്രിത്തെ ഭക്ഷണം പുട്ടാണ്. അപ്പൊ പുട്ടിന് പൊടി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെന്താ ബീഫ് കറി. ബീഫ് കറി എപ്പോൾ ഉണ്ടാക്കും? ബീഫ് കറി ഇപ്പം ഉണ്ടാക്കും. എത്ര ദിവസം പിടിക്കും? ബീഫ് കൊണ്ടുവന്നോ? ബീഫ് കൊണ്ടായിട്ടുണ്ട്. ഇത് കുറേ ഉണ്ടല്ലോ. ബീഫ് നമുക്ക് നാളെ രാവിലത്തേക്കും കൂടി ഇല്ല. രാവിലത്തേക്കല്ല, ഉച്ചക്കത്തേക്കും കൂടി ഇല്ല. കണ്ടോ, ഇത്ര ബീഫ് എടുത്തിട്ട് നമ്മളിപ്പോൾ അടിപൊളി ബീഫാണോ? കുറച്ച് ബീഫ് ഇപ്പത്തേക്കും പിന്നെ രാവിലത്തേക്കും കൂടി. ആയിക്കോട്ടെ. തിരികൂട്ടെ. ഇതെപ്പോൾ ആവും ഇപ്പോൾ ബീഫും പുട്ടും കഴിക്കാൻ വേണ്ടി? 9:30 ആകുമ്പോഴേക്കും ആവും. ഇത്ര നേരമൊക്കെ വരും. ഇപ്പം 8:30 ഒരു മണിക്കൂർ കൊണ്ട് റെഡി ആക്കുമോ? 9:10 ആകുമ്പോഴത്തേക്കാവും. നിങ്ങൾ എത്ര എനിക്ക് ഭക്ഷണം കഴിക്കല്? ഞാൻ 10-10:30. ആ സമയത്തേക്കാവും. അപ്പത്തേക്ക് ആയാൽ മതി. ബീഫ് കറി അപ്പോൾ അപ്പത്തേക്ക് ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. കൊണ്ട് തേങ്ങ വീടിൻ്റെ അകത്തില്ല ഇറങ്ങി. തേങ്ങ കാണുന്നില്ലല്ലോ. തേങ്ങ നട്ടപ്പോൾ അതൊക്കെ തേങ്ങ പറമ്പ് പോയിട്ട് എടുക്കാൻ വെക്കണം. കണ്ടവൻ്റെ പറമ്പ് പോകുന്നുണ്ട് ഗൈസ്. തേങ്ങ തെങ്ങുമുണ്ട്. തേങ്ങ ഇല്ലാതെ നമ്മളെങ്ങനെ പുട്ടുണ്ടാക്കും? തേങ്ങ ഇല്ലാതെയും പുട്ടുണ്ടാക്കാം. തേങ്ങ ഇല്ലാണ്ട് പുട്ടുണ്ടാക്കി ഉള്ളി ഇട്ടാൽ മതി. ഉള്ളീൻ്റെ കഷ്ണം ഇട്ടാൽ മതി. ഇതെല്ലാം ക്ലിയർ ഉണ്ടല്ലോ. അതാ നല്ല ക്ലിയർ ഉണ്ട്. സ്വാഭാവികം. നമ്മളെ LED ബൾബാണ്. ഞാൻ കൊടുത്താണല്ലോ. തേങ്ങ ഇല്ലാണ്ട് എന്താക്കൂ? ഒരുവിധം പുട്ടിന്റെ തേങ്ങ കൊടുത്തിട്ടെങ്കിൽ തേങ്ങ ഫ്രിഡ്ജിലുണ്ട്. തേങ്ങ പുട്ടിടാൻ വേണ്ടി പോകണം. പുട്ടിടാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. പുട്ടോട്ടെ. നീ ബീഫ് കറി ആക്കണം. ഈ ബീഫ് കറി ആക്കിയിട്ട് കാണാം. ആക്കുമ്പോൾ കാണാം. ഓക്കെ. കൊറേ നേരം ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ അതൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടാണ് വാങ്ങിയോ? കണികളൊക്കെ വാങ്ങാൻ വേണ്ടി കാര്യം. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകും. അവിടെ തക്കാളി ഇല്ലേ ഗൈസ്? തക്കാളി വാങ്ങാൻ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോകും. സാധനമൊക്കെ കൊണ്ടാണ്. ഇനി വേഗം ഇതൊക്കെ മുറിച്ചിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീഫ് കറി കറിയാക്കാൻ പോവാണ് ഗൈസ്. പിന്നെ കറി ആക്കാന്നല്ലാണ്ട് എന്താ പറയാ? കറി ഉണ്ടാക്കുവാൻ പോവുകയാണ് നമ്മൾ. നമ്മള് പോകുമ്പോ വാങ്ങി അറിയിട്ടില്ല. നമുക്ക് ഒരു തുള്ളി പോലും വേണ്ടിയില്ല. കവറിൽ കെട്ടി വെച്ചോണ്ടാവും. തന്നെ ചുമച്ചും ചെയ്തേ കറക്റ്റില്ല. ചായപ്പൊടി ഇല്ല, ചായപ്പൊടി ഞാൻ എഴുതിയില്ല. ഇപ്പൊ തൽക്കാലത്തെ ചായ അതുവരെ രാവിലെ. അതെ, അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കർ ചെറുതായിട്ട് പൊട്ടിട്ടുണ്ട് ഗൈസ്. അത് കാര്യമാക്കണ്ട. അപ്പോൾ ബീഫ് കറി സെറ്റായിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടോ. ബീഫ് കറി ആയിട്ട് സെറ്റായിട്ടില്ല, ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. ഉസ്മാൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പുറത്തേക്ക് പോയി. ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഇവിടെ ഉസ്മാൻ ഇതാ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റാഷൻ ഓക്കെ, സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരു 5-6 വിസിൽ വന്നാൽ നമ്മളെ ബീഫ് കറി സെറ്റ് ആവും. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല മണമുണ്ട്. മണം കാക്ക അടിക്കൂല, മണം അടിക്കുന്നുണ്ട്. ഞാൻ പുട്ടിൽ കൂടി കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ട് അടിക്കാണ്ടല്ല. നോക്കട്ടെ. കല്യാണി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പുട്ടായി, ബീഫ് കറിയായി, ചോറായി. ഉപ്പൊക്കെ ചോറ് മതി എന്ന്. അപ്പോൾ ചോറ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ പെരുന്നാൾ എന്നുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ അങ്ങനെ ശർക്കര മൈലാഞ്ചി ഇട്ടു കേട്ടോ.
പിന്നെ ഞാൻ അച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെട്ടിയെടുത്ത് നുസ്ഫയ്ക്ക് ഇവിടെ ഇട്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടോ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ അങ്ങനല്ല തിരിച്ച് അങ്ങനെയല്ലടാ പൊട്ടാ, തിരിച്ച് ഈ ഭാഗം ഇവിടെ വരട്ടെ ഗൈസ്. നല്ല രീതിയിൽ എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സെറ്റായി അടിപൊളിയായി വരും എന്നൊക്കെയാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. വന്നിട്ടില്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറുക. എടാ എൻ്റെ നഖം പിടിച്ച് വലിക്കല്ല. ഇത് ഇവിടെ തന്നെ നോക്കട്ടെ, ഇത് പിടി, ഞാൻ ഇട്ടോട്ടെ. ഇതൊന്നും ഇങ്ങനെയല്ലടാ, ഇത് കൈയിന്റെ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഇടുന്നാണ്. പക്ഷെ ഞാനൊന്നും ഇവിടെ ഇട്ടോക്കട്ടെ. ഇവിടെ ഇട്ടാ നല്ല തീട്ടം പരിചയായിരുന്നു. അങ്ങനൊന്നും പറയരുത്. എടോ ഇവിടെ ഇടുന്ന സാധനം ഇവിടെ എടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും? ഇതുണ്ടോ? ഇതിപ്പോ തന്നെ ഇടാൻ നോക്കാണ് കേട്ടോ ഗൈസ്. എനിക്കറിയില്ല എന്താവുന്നു. ഇവിടെ ഒരു തുള ഓപ്പൺ ആയില്ല. തുള ഓപ്പൺ ആക്കിയ അങ്ങനെ ഒന്നും ആക്കണ്ട, ഒന്നായിട്ട് ഇട്ടാ ചെയ്യുന്ന മൊത്തത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണോ? പരത്ത് അത് കീറല്ലേ? ഇനിയും മൈലാഞ്ചി ഇടണം. എനിക്ക് അത് വെച്ചിട്ട് ഇടണം വേറെ ഗൈസ്. ദേവൻ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. അതില്ല ഈ ഭാഗത്തിൽ ഇട്ടോ, ഈ ഭാഗത്ത് ലാസ്റ്റ് ഇടാം. കണ്ടോ സാധനം വരുന്നുണ്ട്. ഇത് കോളായാല് ഇത് പിടിച്ചാ എന്റെ കൈവര അല്ലെങ്കിലേ മൈലാഞ്ചിയാണ്. ഞാൻ ആക്കാം. ഇതിപ്പോ ഇത് ഇങ്ങനെ കാണോണ്ട് എനിക്കറിയില്ല ഇത് ഇടുന്നത് എങ്ങനെയാന്ന്. ഞാനത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടില്ല ഇതുവരെ. ഇത് ഇങ്ങനൊക്കെ ആയിരിക്കും ഇടാന്ന് വിചാരിക്കും. വെറുതെ ആയിപ്പോയി. ഞാൻ തന്നെ ഇട്ടാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും കൊള്ളാവും. അപ്പം ഞാൻ പറയും ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് ഇടുന്നുള്ളത്. നോക്കൂ, നോക്കാം എന്തായാലും. ഇവിടെ മുപ്പേക്ക് അത് ഇട്ടെടുക്കണം എന്നാണ് പറയുന്നത്. നോക്കട്ടെ മോന്താ, നോക്കൂ ഗൈസ്. ഞാനങ്ങനെ ഉസ്മാനിക്ക് എൻ്റെ പേര് എഴുതി കൊടുത്തു ഗൈസ്. കുറേ കാലമായി അറബിയൊക്കെ എഴുതിയിട്ട്. മുംതാസ് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നാളെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങട്ടെ. ഉസ്മാൻ ഓൾറെഡി കിടന്നുറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ടാറ്റാ ബൈ, സീ യു ഗൈസ്. ഇത് ഞാൻ പറിക്കുകയാണ്. ഉസ്മാനിക്ക് ഒട്ടിച്ചു കൊടുത്തത് കൊളായി മൊത്തത്തിൽ. ഇതും കൊളാവും എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പറിച്ചു നോക്കട്ടോ ആദ്യം ഗൈസ്. അപ്പം ഞാൻ പറിച്ചു. സംഭവം അത് എങ്ങനെയുള്ളത് കുഴപ്പമില്ല. ഇത് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചുവന്നാൽ അങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ഇത് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇട്ടതാണ് ഗൈസ്. കോളായിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഇത്രക്ക് മതി. ജസ്റ്റ് ഒരു മൈലാഞ്ചി ഇടാന്നാണ് വിചാരിച്ചത്. പുറത്തിടാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കൊള്ളാവോ? ഇത് നാളെ കാണാം ചോക്കോ ഇല്ലേ എന്നുള്ളത്.